എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LD ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 7ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC നടത്തിയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നീരജ് ചോപ്ര. ഒരു ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയത്. അതേപോലെ തന്നെ അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം ഒളിമ്പിക്സിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടുന്ന താരവും നീരജ് ചോപ്ര തന്നെയാണ്. നീരജ് ചോപ്രയുടെ സ്വദേശമാണ് ഹരിയാന. അതേപോലെ തന്നെ ഒരു ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. 2000 ഒളിമ്പിക്സിലാണ് കർണം മല്ലേശ്വരിക്കും മെഡൽ ലഭിക്കുന്നത്. കർണം മല്ലേശ്വരി ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2019. ക്വസ്റ്റ്യൻ നമ്പർ 3. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പി വത്സല. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്ന വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1993 ആദ്യമായിട്ട് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എം മുകുന്ദൻ. 2019 ആനന്ദ്, 2020 സക്കറിയ, 2021 പി വത്സല, 2022 സേതു. പറയാം, 2018 എം മുകുന്ദൻ, 2019 പി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ആനന്ദ്, 2020 പോൾ സക്കറിയ, 2021 പി വത്സല, 2022 സേതു. നമ്പർ 4. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ എത്രാമത്തെ നിയമസഭയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 15. ക്വസ്റ്റ്യൻ നമ്പർ 5. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, EOS-04. ക്വസ്റ്റ്യൻ നമ്പർ 6. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കെ കസ്തൂരിരംഗൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, താലോലം. ക്വസ്റ്റ്യൻ നമ്പർ 8. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് KP കുമാരൻ. ഇതുവരെ 2021 വരെയാണ് നിലവിൽ JC ഡാനിയൽ പുരസ്കാരം നൽകിയിട്ടുള്ളത്. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഹരിഹരൻ. 2020 പി ജയചന്ദ്രൻ, 2021 KP കുമാരൻ. ഒന്നുകൂടി പറയാം, 2019 ഹരിഹരൻ, 2020 പി ജയചന്ദ്രൻ, 2021 KP കുമാരൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 10. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നൂൽപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തര മഹാസമതലം. ക്വസ്റ്റ്യൻ നമ്പർ 12. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലൂണി. ലൂണിയുടെ പ്രത്യേകത എന്താണ്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നതും ലവണാംശം കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലൂണിയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെയാണ് ലൂണി നദി ഒഴുകുന്നത്.
രാജസ്ഥാനിൽ ഇതിനെ സാഗർമതി എന്ന് വിളിക്കാറുണ്ട്. ഇത് അവസാനം റാൻ ഓഫ് കച്ചിലെ ഒരു ചതുപ്പ് നിലത്തിൽ ചെന്നിട്ടാണ് ലൂണി നദി അവസാനിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പരുത്തി. അതായത് കറുത്ത മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിഗർ മണ്ണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മേഘാലയ. ക്വസ്റ്റ്യൻ നമ്പർ 15. ലോക ഓസോൺ ദിനം എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മണികിരൺ. ഇത് ഹിമാചൽ പ്രദേശിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. എങ്കിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ്. എങ്കിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. ക്വസ്റ്റ്യൻ നമ്പർ 18. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സോജില. ഷിപ്കില ആണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതേപോലെ നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിബുല ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിബുല എന്ന് കൊടുത്തേക്കുന്നത് ലിബുലേക്ക് എന്നും പറയും. ഇത് ലിബുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഖാരിഫ്. മഞ്ഞുകാല വിളകൾ എന്നറിയപ്പെടുന്ന റാബി വിളകൾ കൃഷി ചെയ്യുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും സെയ്ദ് വിളകൾ കൃഷി ചെയ്യുന്നത് മാർച്ച് മുതൽ മെയ് വരെയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് NW2. NW1 എന്ന് പറയുന്നത് ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽദിയ വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് NW1. അതേപോലെ NW3 കൊല്ലം കോട്ടപ്പുറം. നമ്മുടെ കേരളത്തിലുള്ള ദേശീയ ജലപാത 3 ആണ്, കൊല്ലം കോട്ടപ്പുറം. NW4 എന്ന് പറയുന്നത് കാക്കിനാഡ പുതുച്ചേരി ആണ് NW4. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1946 ഡിസംബർ 9. ക്വസ്റ്റ്യൻ നമ്പർ 22. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന 1, 2, 3. നമുക്ക് പ്രസ്താവനകൾ കൂടി നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹമാവുകയും ചെയ്ത 17കാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മലാല യൂസഫ്സായ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 25. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ക്വസ്റ്റ്യൻ നമ്പർ 27.
ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആനന്ദമഠം. ക്വസ്റ്റ്യൻ നമ്പർ 28. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അയിത്ത നിർമാർജനം. ക്വസ്റ്റ്യൻ നമ്പർ 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? അത് അരുൺകുമാർ മിശ്രയാണ്. ഒരുപാട് ഈ 2023 ഒരുപാട് എക്സാമിന് ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അരുൺകുമാർ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 30. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 2005. 2005 എന്തൊക്കെ വരുന്നുണ്ട്? വിവരാവകാശ കമ്മീഷൻ വരുന്നുണ്ട്, ഗാർഹിക പീഡന നിയമം വരുന്നുണ്ട്, തൊഴിലുറപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം 2005 തന്നെയാണ് വരുന്നത്. നമ്മൾക്ക് എങ്ങനെ ഓർത്തിരിക്കാം? വിവരമുള്ള സ്ത്രീകൾ ഗാർഹിക പീഡനം സഹിക്ക വയ്യാതെ തൊഴിലുറപ്പിന് പോയി എന്ന് ഓർത്തു വെക്കാം. 2005 വരുമ്പോൾ വിവരമുള്ള സ്ത്രീകൾ, വിവരാവകാശ കമ്മീഷൻ, ഗാർഹിക പീഡനം സഹിക്ക വയ്യാതെ തൊഴിലുറപ്പിന് പോയി. ഈ മൂന്നും എന്ന് തന്നെയാണ് 2005 തന്നെയാണ് വർഷങ്ങൾ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 31. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. 1915 കല്ലുമാല സമരം നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് തൃശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 34. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അരുവിപ്പുറം. ക്വസ്റ്റ്യൻ നമ്പർ 35. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മലബാർ. ക്വസ്റ്റ്യൻ നമ്പർ 36. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ. ക്വസ്റ്റ്യൻ നമ്പർ 37. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. മേൽമുണ്ടു സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. 1859 ജൂലൈ 26 ചാന്നാർ ലഹള നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 39. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ആൻസർ ഇതിനകത്തില്ല. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് എസ് നീലകണ്ഠ അയ്യർ. അതേപോലെ ആദ്യ സെക്രട്ടറി ആണ് എഴുത്തച്ഛൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് എസ് നീലകണ്ഠ അയ്യർ, ആദ്യ സെക്രട്ടറി ആണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 40. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രാമനമ്പി. ക്വസ്റ്റ്യൻ നമ്പർ 41. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 941. ക്വസ്റ്റ്യൻ നമ്പർ 42. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കബനി. ഏതൊക്കെ നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്? 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. ക്വസ്റ്റ്യൻ നമ്പർ 44.
കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചിന്നാർ. തട്ടേക്കാടാണേലും മംഗളവനമാണെങ്കിലും എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതങ്ങളാണ്. അതേപോലെ ചൂലന്നൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ചൂലന്നൂർ തന്നെയാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. അതേപോലെ നക്ഷത്ര ആമകളെയും ചാമ്പൽ മലയണ്ണാനെയും കാണുന്ന ഒരു വനപ്രദേശമാണ് ചിന്നാർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തുന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 46. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അഞ്ജു ബോബി ജോർജ്. ക്വസ്റ്റ്യൻ നമ്പർ 47. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കൊല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇരവികുളം. 1978 ഇരവികുളത്തിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിട്ടാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വിസ്തീർണം ഏകദേശം 97 സ്ക്വയർ കിലോമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. അതേപോലെ അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. ക്വസ്റ്റ്യൻ നമ്പർ 50. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1956 നവംബർ 1. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകൻ. ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ തീവ്രവാദികളുടെ പേര് പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ മിതവാദികളുടെ പേര് പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ലാൽബാൽ പാൽ പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിനകത്താണെങ്കിൽ കറക്റ്റ് ആൻസർ ഇല്ലായിരുന്നു. തീവ്രവാദികളാണ് ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റോയിയും. ഗോപാലകൃഷ്ണ ഗോഖലെയും ദാദാഭായ് നവറോജിയും ഫിറോസ് ഷാ മേത്തയുമാണ് മിതവാദികളുടെ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരുന്നത്? ബാലഗംഗാധര തിലകന്, ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ. മിതവാദികളുടെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരൊന്ന് തിരുത്തി വായിക്കണേ. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 52. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റാഷ് ബിഹാരി ബോസ്. ക്വസ്റ്റ്യൻ നമ്പർ 54. തേവാഗ സമരം നടന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 55. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? കറക്റ്റ് ആൻസർ സമ്പാദ് കൗമുദി. വന്ദേ മാതരം ആരുടെ പത്രമാണ്? ലാലാ ലജ്പത് റോയിയുടെ പത്രമാണ് വന്ദേ മാതരം. അതേപോലെ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ്. കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലകിന്റെ 2 പത്രങ്ങളാണ് കേസരി, മറാത്ത. ആ കേസരി എഴുതിയത് മറാത്ത ഭാഷയിലും മറാത്ത എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. കേസരി എഴുതിയത് മറാത്ത ഭാഷയിലും മറാത്ത എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1929 ലാഹോർ സമ്മേളനം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 1929 ലാഹോർ സമ്മേളനം. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 57. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കു വഹിച്ച മലയാളി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് BP മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 58. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 60. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ക്വസ്റ്റ്യൻ നമ്പർ 61. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കരൾ. എങ്കിലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തൈറോയിഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ടെറ്റനി. ക്വസ്റ്റ്യൻ നമ്പർ 63. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ ഒരു പ്രീവിയസ് ആണ്, മോണയിലൂടെയുള്ള രക്തസ്രാവത്തിന്റെ കാരണം ഏത് വൈറ്റമിന്റെ കുറവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ എയും ഒരുപാട് ആവർത്തിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയും. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. ക്വസ്റ്റ്യൻ നമ്പർ 64. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എംഫിസിമ. അപ്പോൾ എക്സിമ എന്താണ്? അത് ത്വക്കിനുണ്ടാകുന്ന ഒരു രോഗമാണ്, ഒരു ത്വക്ക് രോഗമാണ് എക്സിമ. ക്വസ്റ്റ്യൻ നമ്പർ 65. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. ക്വസ്റ്റ്യൻ നമ്പർ 66. തെങ്ങിന്റെ സങ്കര ഇനമല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അക്ഷയ. ചന്ദ്രലക്ഷയാണെങ്കിലും ലക്ഷഗംഗയാണേലും ചന്ദ്രശങ്കരയാണേലും തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. അക്ഷയ എന്തിന്റെ സങ്കര ഇനമാണ്? തക്കാളിയുടെ സങ്കര ഇനമാണ് അക്ഷയ. ക്വസ്റ്റ്യൻ നമ്പർ 67. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കാസർഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 68. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സസ്യബുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 69. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മെയ് 22. ഏപ്രിൽ 22 എന്നാണ് ഭൗമ ദിനമാണ്. അതേപോലെ ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 22 ജലദിനം. അതേപോലെ മാർച്ച് 23 കാലാവസ്ഥാ ദിനം. ക്വസ്റ്റ്യൻ നമ്പർ 70. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പിക്കോ പ്രസ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 71. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹീലിയം. ക്വസ്റ്റ്യൻ നമ്പർ 72. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. അതേപോലെ കലാമിൻ സിങ്കിന്റെ അയിരാണ്. സിങ്ക് ബ്ലെൻഡും സിങ്കിന്റെ അയിരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 73. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ.
ഏതൊരു ആസിഡ് ആണേലും ഏതൊരു ലോഹവുമായി പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാസ്ചറൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 77. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, യുറാനസ്. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ്. ക്വസ്റ്റ്യൻ നമ്പർ 78. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, LPG. സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം ഇതെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 79. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഊഷ്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. ദോലനത്തിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഊഞ്ഞാലിന്റെ ചലനം. താങ്ക് യു.